ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഈസി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള മലയാലപ്പുഴ അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 95 കിലോമീറ്ററാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ദൂരം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്രയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ അപ്പോൾ വീഡിയോയിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലേക്ക് ഇനിയിപ്പോൾ 10 കിലോമീറ്റർ കൊണ്ടാണ് നമുക്ക് ദൂരം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഏകദേശം 6:20 നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നതാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡെന്ന് പറയുന്നത് പുല്ലൂർ വഴി നമുക്ക് പത്തനംതിട്ട പോകാനുള്ള റോഡാണ്. ഈ റോഡ് നമ്മുടെ പത്തനംതിട്ട പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം തിരക്കൊന്നുമില്ലാതെ നമുക്ക് പോകാൻ പറ്റിയ എളുപ്പ വഴി കൂടെയാണ്. ഇപ്പം നമ്മളൊരു ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷൻ്റെ പേരാണ് കുമ്പഴ. ഈ കുമ്പഴ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് അമ്പലത്തിലേക്ക് എത്തിച്ചേരാനാവുന്നത്. ഈ കുമ്പഴ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ തന്നെ മലയാലപ്പുഴ അമ്പലത്തിൻ്റെ വലിയൊരു ആർച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ആർച്ചിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ വെറും 4 കിലോമീറ്ററാണ് നമുക്ക് അമ്പലത്തിലേക്കുള്ള ദൂരം. നമ്മൾ ആർച്ചിനകത്തോട്ട് കയറി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ 2 റോഡായിട്ട് തിരിയുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന റോഡാണ് നമുക്ക് അമ്പലത്തിലേക്ക് കയറാനുള്ളത്. നമ്മളിപ്പോൾ മലയാലപ്പുഴ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ പാർക്കിങ്ങിലാണ്. പാർക്കിംഗ് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിലോട്ട് കയറാം. ഇനി നമുക്ക് മലയാലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രസിദ്ധമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭഗവതിയാണ് മുഖ്യ പ്രതിഷ്ഠ. മലയാലപ്പുഴ അമ്മ 5 മലകളുടെ ഭഗവതി എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യം തന്നെയാണ് മലയാലപ്പുഴ അമ്മയ്ക്കും എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. മൂകാംബിക ക്ഷേത്രത്തിലേതുപോലെ തന്നെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപേണയുള്ള ആദിപരാശക്തിയാണ് മലയാലപ്പുഴ അമ്മ. 1000-ലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രം കൂടിയാണിത്. കടും ശർക്കര യോഗം കൊണ്ടാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത്. ദ്രാവിഡ ഗോത്രങ്ങളിലെ പ്രത്യേകതയായ പൊങ്കാല മഹോത്സവം ഇവിടെയും പ്രധാനമാണ്. വിളിച്ചപേക്ഷിച്ചാൽ എത്ര വലിയ ആപത്തും മലയാലപ്പുഴ അമ്മ തടയും എന്നാണ് വിശ്വാസം. 9 ആഴ്ചകളിൽ തുടർച്ചയായി ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അമ്പലം എങ്ങനെ ഇവിടെ ഉണ്ടായി എന്നുള്ളൊരു ഐതിഹ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഉത്തര തിരുവിതാംകൂറിലുള്ള 2 നമ്പൂതിരിമാർ ഭഗവതിയുടെ മൂലസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി ഭജനമിരുന്നു. അവിടെ അവരുടെ സന്തത സഹചാരിയായിരുന്ന ഒരു ഭഗവതി വിഗ്രഹം ഉണ്ടായിരുന്നു. ദീർഘകാലത്തെ ഭജനയ്ക്ക് ശേഷം നിങ്ങളുടെ കൈവശമുള്ള ദേവീ രൂപത്തിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് അവർക്ക് മൂകാംബിക ദേവിയുടെ അരുളപ്പാടുണ്ടായി. അവർ ക്ഷേത്രദർശനവും തീർത്ഥാടനവുമായി നാട് ചുറ്റി. പ്രായാധിക്യം കാരണം യാത്ര പറ്റാതെ വന്നപ്പോൾ പരാശക്തി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി. പ്രതിഷ്ഠയ്ക്ക് പറ്റിയ സ്ഥലം മലയാലപ്പുഴയാണെന്ന് ഉപദേശിച്ചു. തുടർന്ന് അവർ മലയാലപ്പുഴയിലെത്തി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.